ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുക. 2 ദിവസം ഓരോരോ തിരക്കുകളൊക്കെ ആയിരുന്നുകൊണ്ട് കേട്ടോ വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. ഞാൻ മത്തനും പരിപ്പും കൂടെ കറി വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തിളച്ച് തൂകി പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ ഉപ്പും മഞ്ഞളും എല്ലാം കൂടെ ചേർത്ത് വേവിക്കാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ മത്തനും തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പരിപ്പ് വെന്തതിലേക്ക് തക്കാളിയും മത്തനും കൂടെ ചേർത്ത് അതും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. ഇത് വെള്ളിയാഴ്ച എടുത്ത വീഡിയോയാ. എനിക്ക് ബത്തേരിക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര വെയിലായിരുന്നു. ബത്തേരിക്ക് പോയിട്ട് വന്നപ്പോൾ എനിക്ക് തലവേദന തുടങ്ങിയതാണ്. വെയിലത്ത് പോയിട്ട് വരികയൊക്കെ ചെയ്തതുകൊണ്ട് പിന്നെ 2-3 ദിവസം ഭയങ്കര തലവേദനയായിരുന്നേ. കറിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും മഞ്ഞളും ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും മുളകും ഒക്കെ എടുത്തേക്കുന്നത്. അതൊക്കെ നന്നായിട്ട് അരച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാരറ്റ് തോരൻ വെക്കാനുള്ളതൊക്കെ ചോപ്പറിലിട്ട് അരിഞ്ഞും വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ ചീനച്ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ മൂപ്പിച്ച് വെച്ചു. മത്തനും പരിപ്പും കൂടെ കറി വെച്ചിട്ടില്ലേ, അതിനകത്തേക്ക് കടുക് വറുത്ത് ഒഴിക്കാനുള്ളതാണേ. പിന്നെ ഞാൻ അരപ്പൊക്കെ ചേർത്ത് മത്തനൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തു. ചെറുതായിട്ട് മത്തനൊന്ന് ഉടച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കടുക് വറുത്തതും കൂടെ ഒഴിക്കുവാണേ. ഈ കടുക് വറുത്തതിലേക്ക് 2 സ്പൂൺ തേങ്ങയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ചുവക്ക മൂപ്പിച്ചിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചാലും നല്ലതാട്ടോ. ഇന്നിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തില്ല. 2 രീതിയിലും വെക്കാം. തേങ്ങ വറുത്ത് ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല വെറുതെ കടുക് വറുത്ത് ഇടാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു തലേ ദിവസത്തെ, അതൊക്കെ നന്നായിട്ട് തിളപ്പിച്ചും കൂടെ വെച്ചു. മുളകോ? അത് കഴിഞ്ഞ് നട്ടതല്ലേ ഉള്ളൂ, കുറച്ചുകൂടെ കഴിയുമ്പോൾ മുളകൊക്കെ. ഇന്നലെ മുറ്റത്തിരുന്ന് കളിച്ചതാ. നോക്കിക്ക് എന്തൊക്കെ കുപ്പിയും പാട്ടയും ഈ പറമ്പിൽ കിടന്ന ചപ്പും ചവറും എല്ലാം വലിച്ചുകൊണ്ട് മുറ്റത്ത് കൊണ്ടിട്ടുണ്ട് അല്ലേ. തൂത്ത് വാരിയിട്ട മുറ്റ വരും. അങ്ങോട്ട് വലിക്കണ്ട. ഇത് ഇവിടൊക്കെ സ്ഥലമുണ്ടല്ലോ. ഏകദേശം രാവിലത്തെ പണികളൊക്കെ ഒതുക്കി പിള്ളേരെ സ്കൂളിലൊക്കെ വിട്ട് ചേട്ടായിയും ജോലിക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ബത്തേരിക്ക് പോയതാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, പിന്നെ ഒരു ചുരിദാർ തയ്ക്കാനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് പോരുമ്പോൾ പിള്ളേരെയൊക്കെ സ്കൂളിൽ നിന്ന് കൂട്ടി റേഷനൊക്കെ വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. ചേട്ടായും ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചാട്ടോ പോകുന്നത്. പിന്നെ 1-2 ദിവസമായിട്ട് വിരുന്നുകാരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ തിരക്കുകളായിരുന്നു. തലവേദനയും വയ്യാഴികയും എല്ലാം ഉണ്ടായിരുന്നേ. വീട്ടിൽ ചെന്നിട്ട് അവല് നനയ്ക്കാമെന്നും പറഞ്ഞ് കുറച്ച് പഴമൊക്കെ മേടിച്ചായിരുന്നു. ഞാൻ പിന്നെ പിള്ളേരോട് രാവിലെ പറഞ്ഞായിരുന്നു വൈകുന്നേരം മുട്ടച്ചമ്മന്തി ഉണ്ടാക്കി തരാമെന്ന്. അതുകൊണ്ട് പിന്നെ അവല് നനയ്ക്കലൊന്നും നടന്നില്ല. രാവിലെ അമ്മ അങ്ങനെ പറഞ്ഞില്ലേ, അതുകൊണ്ട് അത് മതിയെന്നും പറഞ്ഞിട്ട് പിന്നെ മുട്ടച്ചമ്മന്തി കേട്ടോ വൈകുന്നേരം കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയേ. നമ്മുടെ ഇവിടെ പരിസരത്ത് തന്നെയുള്ള കൃഷിക്കാരൊക്കെ കൃഷി ചെയ്യുന്ന നല്ല നാടൻ പഴമൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടയാണ്. അവിടുന്ന് കുറച്ച് പഴമൊക്കെ മേടിച്ചു. വൈകുന്നേരം വന്നിട്ടൊരു മുട്ടച്ചമ്മന്തി ഉണ്ടാക്കും കേട്ടോ. എളുപ്പമൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചായക്കടിയാണ്. നമ്മൾ സാധാരണ എങ്ങനെയാണോ ചമ്മന്തി അരയ്ക്കുന്നത് അതുപോലെ തന്നെ ചമ്മന്തി അരച്ചാൽ മതി.
ഞാൻ ഇപ്പോൾ മുളകും തേങ്ങായും ഒരു പിന്നെ ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കറിവേപ്പില, മല്ലിയില ഇത്രയും സാധനം എടുത്തിട്ടുണ്ട്. ഇതൊന്നും എടുക്കുന്നത് കൂടി പോകരുത് കേട്ടോ. എല്ലാം ഒരു പേരിന് ചേർത്താൽ മതി, ഒട്ടും കൂടാൻ പാടില്ല. പിന്നെ ഉപ്പ് ചേർക്കണം. പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങാനീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർക്കണം. 5 മുട്ട ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ 2ആയിട്ട് മുറിച്ചിട്ട് അതിനകത്തുനിന്ന് ഉണ്ണി മാറ്റണം. നല്ല ചൂടാട്ടോ, ചൂട് മാറിയിട്ടില്ല. എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തിട്ട് വേണം ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ കാറ്റടിക്കുകയും മഴക്കോളൊക്കെ കാണുകയൊക്കെ ചെയ്തെങ്കിലും മഴ പെയ്യുന്ന ലക്ഷണമൊന്നുമില്ല. അതുകൊണ്ട് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാൻ വേഗം തണുക്കാനൊന്നും വെക്കാൻ നേരമില്ല. അതുകൊണ്ട് വേഗം ചൂടോടെ തന്നെ അത് മുറിച്ച് മുട്ടയുടെ ഉണ്ണിയൊക്കെ എടുത്ത് മാറ്റി. പിന്നെ നമുക്കിത് പല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഉണ്ണി എടുത്ത് മാറ്റണമെന്നില്ല. ഉണ്ണിയുടെ മുകളിലേക്ക് ഇതുപോലെ ചമ്മന്തി വെച്ചിട്ടും മാവിൽ മുക്കി പൊരിക്കാം. അതല്ലെങ്കിൽ ഉണ്ണി ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് ഈ ചമ്മന്തിയിൽ മിക്സാക്കി വെക്കണം. പിന്നെ ഒരു മുട്ട ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഒരു മുട്ട ഫുള്ളായിട്ട് എടുത്തിട്ട് അതിൻ്റെ നടുക്ക് മസാല ചമ്മന്തി ഉണ്ടല്ലോ അത് വെച്ചിട്ട് മുഴുവനോടെ ഫ്രൈ ആക്കിയിട്ടും എടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പം അങ്ങനെയല്ല, മുട്ടയുടെ ഉണ്ണിയും കൂടെ ചേർത്ത് കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ വെള്ളയിലേക്ക് ഈ ചമ്മന്തിയുടെ കൂട്ട് വെച്ചിട്ട് മാവിൽ മുക്കി ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിവിടെ കടകളിലൊക്കെ ബജിയുടെ പൊടി മേടിക്കാൻ കിട്ടും കേട്ടോ. അത് ഉപ്പ് പോലും ചേർക്കണ്ട, കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയെടുത്താൽ മതി. നമുക്ക് ബജിയൊക്കെ ഉണ്ടാക്കേണ്ട മാവിൻ്റെ ഒരു അയവിൽ കലക്കിയെടുത്താൽ മതി. അങ്ങനെ എല്ലാ സ്ഥലത്തും കിട്ടുമോയെന്ന് അറിയത്തില്ല. ഇവിടെ ഇപ്പോൾ ഏതായാലും അങ്ങനെ ഒരു ബജിയുടെ മാവ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതിപ്പോൾ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. അതല്ലെങ്കിൽ അരക്കപ്പ് മൈദയും അരക്കപ്പ് കടലമാവും പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾ പൊടി, മസാലപ്പൊടി, കറിവേപ്പില അരിഞ്ഞത്, ഉപ്പ് ഇത്രയും സാധനം കൂടെ ഒന്ന് മിക്സാക്കി മാവ് പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് സാധാരണ ബജിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കാം. ഈ ചീനച്ചട്ടി കഴിഞ്ഞ ദിവസം ബത്തേരിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയപ്പം മേടിച്ചതാണ്. നല്ല ഒതുക്കമുള്ള, കാണാൻ നല്ല രസമുള്ള ചീനച്ചട്ടി, അങ്ങനെ മേടിച്ചതാണ്. എന്നാലും അടി പിടിക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ അടിയിലൊന്നും പിടിക്കുന്നില്ല, നല്ല ചീനച്ചട്ടിയായിരുന്നേ. അതിനകത്താണ് എണ്ണയൊക്കെ ചൂടാക്കാൻ വെച്ചേക്കുന്നത്. ഇന്നിപ്പോൾ ആദ്യമായിട്ടാണ് ഈ മുട്ട ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ചീനച്ചട്ടി എടുത്തേക്കുന്നത്. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് മുട്ടയുടെ ഉള്ളിൽ ഫില്ല് ചെയ്ത് മുട്ട ബജി ഉണ്ടാക്കിയല്ലേ, അതിനേക്കാളൊക്കെ എളുപ്പമല്ലേ ഇങ്ങനെ ചമ്മന്തി ആക്കിയിട്ട് മുട്ട ബജി ഉണ്ടാക്കുമ്പം. നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ. ഞങ്ങളങ്ങനെ ചായയൊക്കെ വെച്ച് കുടിച്ചു. പിന്നെ കുറച്ച് മാവ് ബാക്കിയുണ്ടായിരുന്നു, അതിനകത്തേക്ക് ഞാൻ സവാള ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തു. ഇനിയിപ്പോൾ അടിച്ചു വാരി തറയൊക്കെ തുടയ്ക്കാനുണ്ട്. രാവിലെ ഒന്ന് അടിച്ചു വാരി ഇട്ടതായിരുന്നു, എന്നാലും ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും അഴുക്കായിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടെ അടിച്ചൊക്കെ വാരി അത് കഴിഞ്ഞിട്ട് തറയൊക്കെ തുടയ്ക്കുവാണേ. വീട്ടിൽ വന്ന പാടെ ഒരു ഗുളികയൊക്കെ കഴിച്ചു. പിന്നെ ചായയൊക്കെ വെച്ച് കുടിച്ചപ്പം ശകലം കുറവുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ വേഗം തറയൊക്കെ ഒന്ന് തുടയ്ക്കുക. ഇന്നിപ്പോൾ തുടയ്ക്കണ്ട, പറ്റിയല്ല എന്നൊക്കെ വിചാരിച്ചതാണ് വയ്യാത്തത് കൊണ്ട്. പിന്നെ തലേദിവസം തറ തുടയ്ക്കാത്തത് കൊണ്ട് നല്ല അഴുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വേഗം അങ്ങ് തറ തുടച്ചു. ഇനിയിപ്പോൾ പിറ്റേ ദിവസം തലവേദന കൂടിയാലോ എന്നുള്ള പേടിയുണ്ട്, അന്നേരം തുടയ്ക്കാൻ പറ്റത്തുമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഇന്ന് തന്നെ അങ്ങ് തുടയ്ക്കാമെന്ന് വിചാരിച്ച് വേഗം തറയൊക്കെ തുടയ്ക്കുക. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് തലവേദന വല്ലാതെ കൂടി. പിന്നെ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറെയൊക്കെ കാണിച്ച് ഇഞ്ചക്ഷനൊന്നും വെച്ചില്ല, ഒരു ഗുളികയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. അക്കുവിന് എക്സാമൊക്കെ ആയതുകൊണ്ട് അവളെ കൂട്ടണ്ടെന്നൊക്കെ വിചാരിച്ചാൽ ആദ്യം ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചേ. പിന്നെ എനിക്ക് വയ്യാത്തതൊക്കെ കൊണ്ട് ബസ്സിനൊക്കെ കയറി പോകേണ്ടതല്ലോ ഒരു ധൈര്യത്തിന് അവളെയും കൂടെ അങ്ങ് കൂട്ടി.
ഒരു ക്ലിയർ ഇല്ല. ഫോട്ടോ വീഡിയോ എന്താ വേണ്ടി പോവാ. ഇവിടെ അമ്പലത്തിൽ ഉത്സവം, അതുകൊണ്ട് പോരുന്ന വഴിക്ക് നല്ല ആളും ബഹളവും തിരക്കും ഒക്കെ ഉണ്ടായിരുന്നേ. പിന്നെ 2 മൺചട്ടിയൊക്കെ പോരുന്ന വഴിക്ക് വഴിയിൽ കച്ചവടക്കാരുണ്ടല്ലോ, അവരുടെ അടുത്ത് നിന്ന് 2 മൺചട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞിപ്പെണ്ണിന് കളിക്കാൻ എന്തോ സാധനം വേണമെന്ന് പറഞ്ഞിട്ട് അതും മേടിച്ചിട്ടുണ്ടായിരുന്നേ. ശനിയാഴ്ച വൈകിട്ട് നെന്മേനിക്കുന്നിൽ നിന്ന് അമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആക്കി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും രാത്രിയിൽ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഭക്ഷണമൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകി എല്ലാം വെച്ച് കഴിഞ്ഞേച്ച് പിന്നെ ഞായറാഴ്ച പള്ളിയിൽ പോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ തലേദിവസം തന്നെ എടുത്തു വെക്കും. രാവിലെ നേരത്തെ പോകണമല്ലോ. ഞായറാഴ്ച പള്ളിയും കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ പുറത്ത് പോയി ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ചേട്ടായുടെ അനിയനും വൈഫും ഒക്കെ ഉണ്ടായിരുന്നു, അമ്മച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.